നവകേരള സദസ്സിന്റെ പേരിൽ പല ജില്ലകളിലും അനധികൃതമായി പണപ്പിരിവ് നടന്നതായി വിജിലൻസ് റിപ്പോർട്ട്. സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്താനുള്ള സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വ്യാപക പണപ്പിരിവ് നടന്നു. ഇതിൽ ചില ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയെന്നാണ് രഹസ്യമായി ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ വിജിലൻസ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോടികൾ ചിലവഴിച്ചാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. ധനവകുപ്പ് അനുവദിച്ചതിനു പുറമെ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താനും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ പേരിൽ വ്യാപകമായ പണപ്പിരിവ് പല ജില്ലകളിലും നടന്നെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. കോറി ഉടമകളിൽ നിന്നും ബാർ ഉടമകളിൽ നിന്നും വ്യാപകമായി പണം പിരിച്ചു. പിരിച്ച പണത്തിന്റെ പകുതി പോലും പല ഉദ്യോഗസ്ഥരും നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ കൂടി പരാമർശിച്ചാണ് റിപ്പോർട്ട് സർക്കാരിന് വിജിലൻസ് കൈമാറിയിരിക്കുന്നത്. സമാനമായ റിപ്പോർട്ട് സംസ്ഥാന ഇന്റലിജൻസും സർക്കാരിന് നേരത്തെ കൈമാറിയിരുന്നു. എന്നാൽ സംഭവം രഹസ്യമായി ഒതുക്കി തീർക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ദൂരത്തിനു പിന്നാലെ സ്പോൺസർഷിപ്പ് കൂടി വിവാദമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് സർക്കാർ നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. ഇത് കണക്കിലെടുത്ത വിജിലൻസ് റിപ്പോർട്ടിൽ ഒരു തുടർ നടപടിയും സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. മാത്രമല്ല, നവകേരള സദസ്സിനായി എത്ര തുക ചെലവായെന്ന ചോദ്യത്തിനും സർക്കാർ മൗനം പാലിക്കുകയാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.